ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാലക് പനീറാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയത് 1.5 ലിറ്റർ പാല്, ഒരു നാരങ്ങയുടെ നീര്. പാലടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം നാരങ്ങ നീരൊഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലവണ്ണം ഇളക്കണം. നാരങ്ങ നീര് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. പാല് പിരുത്ത് വരട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും പാല് പിരുത്തി വരും. അപ്പോൾ ഈ വെള്ളം ഊറി മുകളിൽ നിൽക്കുന്നുണ്ടാകും. അതാണ് അതിൻ്റെ കണ്ടന്റ്. അതിനുശേഷം നമുക്കൊരു അരിപ്പിയിൽ കോട്ടൺ തുണി വിരിച്ചിട്ട് ഈ പനീർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം മുഴുവൻ ഊറ്റിക്കളയണം. വെള്ളം പോയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകണം. തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ നാരങ്ങയുടെ മണം പോകാനാണ് കഴുകണത്. നല്ലവണ്ണം കഴുകണം. അപ്പോൾ ഒട്ടും നാരങ്ങയുടെ മണം ഉണ്ടാവില്ല. അതിനുശേഷം വെള്ളം പോയതിന് ശേഷം ഒരു കിഴി പോലെ ആക്കി വെള്ളം ഊറ്റിക്കളയുക. പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് സ്ക്വയറിൻ്റെ ഡബ്ബ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹോളിട്ട് കൊടുത്താണ് വെള്ളം പോകാൻ. എല്ലാ വശത്തും ഹോളിട്ടിട്ടുണ്ട്. ഈ കിഴി അതിലേക്ക് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഒന്ന് പരത്തി സെറ്റാക്കുക. എന്നിട്ട് ഒരു വെയിറ്റ് അതിന് മുകളിലേക്ക് വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ വെള്ളം എല്ലാം പോയി കിട്ടും. വെള്ളം പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2 മണിക്കൂർ സെറ്റാകാൻ വെക്കാം. ഒരു 2 മണിക്കൂർ വെക്കേണ്ടി വരും. അപ്പോഴേക്കും നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: ഉള്ളി, വലിയുള്ളി 2 എണ്ണം, തക്കാളി അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് ആവശ്യത്തിന്, ഇഞ്ചി 1 തുണ്ട്, വെളുത്തുള്ളി 2 അല്ലി, ജീരകം, ഗരം മസാലപ്പൊടി, കസൂർ മേത്തി, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു. വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 2 കപ്പ്. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഈ പാലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലൊക്കെ ഇട്ട് ഒരുപാട് നേരം വേവിക്കേണ്ട. ഒരു 2 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഈ പാലക്കിൻ്റെ ഒരു സ്മെല്ല്, പച്ചമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോയിൽ ചെയ്യണത്. ഒന്ന് ചുടുവെള്ളത്തിലിട്ടാൽ വെന്ത് കിട്ടും. പാലക്ക് വെന്ത് വന്നു. 2 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേവിക്കരുത്. അതിനുശേഷം ഈ പാലക്ക് എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം. ഇതിൻ്റെ നിറം നഷ്ടപ്പെടില്ല. അപ്പോൾ ആ പച്ച നിറം കിട്ടാനാണ് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നത്. ഈ വെന്ത വെള്ളം നമുക്ക് ഗ്രേവിയിൽ ഒഴിക്കാവുന്നതാണ്. പാലക്ക് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ അതിൽ കൂടെ പാലക്കിൽ കൂടെ ഇഞ്ചി അരിഞ്ഞതും നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് അരയ്ക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ച് വരാം. പാലക്ക് അരച്ച് റെഡി ആയിട്ടുണ്ട്. പാനടുപ്പത്തിൽ വയ്ക്കാം. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ജീരകം, പട്ട,
ഗ്രാമ്പൂ, എല്ലാം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. വലിയുള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളി വേഗം വഴന്ന് കിട്ടും. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിൽ ഒരുപാട് ഉള്ളി ചേർക്കരുത്, കുറച്ച് ഉള്ളി മാത്രമേ ചേർക്കാവൂ. ഉള്ളിയും തക്കാളിയും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാലക്ക് വേവിച്ച വെള്ളം ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഒന്ന് കുക്കായി വരട്ടെ. കുക്കായി വന്നിട്ടുണ്ട്. വെള്ളം വറ്റി ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഈ പാലക്ക് ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലവണ്ണം കൂട്ടി യോജിക്കുക. ഇത് കട്ടി ഗ്രേവി ആണെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കാം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച പാലക്കിൻ്റെ വേവിച്ച വെള്ളത്തിലൊഴിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഗരം മസാലപ്പൊടി ഇടാം. ഗരം മസാലപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിക്കണം. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് കട്ട് ചെയ്യാം. ഒരു പ്രിസർവേറ്റീവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ പനീർ. അതിനധികം സമയമൊന്നും വേണ്ട. ഇത് നൂല് വെച്ചിട്ട് പൊട്ടിയതാണ് കേട്ടോ, തുണിയുടെ നൂല് തട്ടിയതാണ്. നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ആകൃതിയിൽ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ഈ പനീർ. പ്രോട്ടീൻ സമൃദ്ധമാണല്ലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സൊക്കെ ഒരുപാട് ചേർക്കുന്നുണ്ടാവും. ഇതിനെ മുറിച്ചെടുക്കുക. ഇങ്ങനെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് പനീർ. ഇതൊന്ന് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചൂടായാൽ മതി, ഒരുപാട് വറുക്കരുത്. ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. പനീർ കഷ്ണം അതിലേക്ക് ഇട്ട് ഒന്നിനോടൊന്ന് മുട്ടരുത്, സെപ്പറേറ്റായിട്ട് ഇടണം. ഇട്ട് പെട്ടെന്ന് തന്നെ ഇളക്കാനും പാടില്ല. പെട്ടെന്ന് തന്നെ ഇളക്കിയാൽ അതിൽ ഒട്ടിപ്പിടിക്കും. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ഇളക്കണമെങ്കിൽ. അതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി, ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇളക്കാവൂ. അപ്പോൾ അത് പൊട്ടാതെ കിട്ടും നമുക്ക്. അതാ, അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ കിട്ടും. നമ്മൾ ഇട്ട ഉടനെ ഇളക്കുകയാണെങ്കിൽ അതെല്ലാം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇളക്കരുത്. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് സിം ചെയ്തിട്ട് വേണം ഇതൊക്കെ വറുക്കണമെങ്കിൽ. ഫുൾ ഗ്യാസിൽ ചെയ്യരുത്. നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്, റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോസ്റ്റ് ചെയ്ത പനീർ നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് പാലക്കല്ലാതെ നമ്മൾ ഉള്ളിയും തക്കാളിയും മസാലക്കറി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, ഗ്രേവി ആക്കിയിട്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. പാലക്ക് ചീര കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യൂ. ഇതിന് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ധൈര്യത്തിൽ കഴിക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. പാലക് പനീർ റെഡി. ഒരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ.